ബുള്ളറ്റ് ട്രെയിനിനേക്കാൾ ശക്തിയുള്ള ട്രെയിൻ എഞ്ചിൻ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഇനി മുതൽ ട്രാക്കിലൂടെ ചരക്ക് തീവണ്ടികൾ കുതിച്ചോടും. ഇന്ത്യയിൽ നിന്നും ഇസ്രയേൽ വഴി US-ലേക്ക് ട്രംപും മോദിയും പ്രഖ്യാപിച്ച വ്യാപാര ഇടനാഴിയിലെ ട്രാക്കിലെ താരവും ഈ എഞ്ചിനാകും. 9000 കുതിരശക്തിയുള്ള എഞ്ചിനാണ് ഗുജറാത്തിലെ ദാഹോദ് വർക്ക്ഷോപ്പിൽ നിർമ്മാണത്തിലിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയതും വിപുലവുമായ തീവണ്ടി പാത ശൃംഖലകളിലൊന്നാണ് ഇന്ത്യൻ റെയിൽവേ. ഇതിലൂടെ അത്യാധുനിക സൗകര്യങ്ങളുള്ള വന്ദേ ഭാരതും മറ്റ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസും പാളങ്ങളിലൂടെ കുതിച്ചു പായുകയാണ്. അതിവേഗ ഗതാഗത സംവിധാനം എന്നത് നവഭാരതത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ രാജ്യം ഇപ്പോൾ മറ്റൊരു ആകർഷകമായ ഗതാഗത സംവിധാനം കൊണ്ടുവരാൻ പോകുകയാണ്. മിന്നൽ വേഗത്തിൽ പായുന്ന ബുള്ളറ്റ് ട്രെയിനിനായുള്ള കാത്തിരിപ്പിലാണ് നാം ഓരോരുത്തരും. എന്നാൽ അതിനേക്കാൾ ശക്തിയുള്ള എഞ്ചിൻ നമ്മുടെ ചരക്കു തീവണ്ടികളിലും പാസഞ്ചർ ട്രെയിനുകളിലും വന്നാൽ എങ്ങനെയാവും ട്രെയിൻ ഓടുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇനി ചരക്കു തീവണ്ടികളും കുതിച്ചു പായും. ഉറക്കം തൂങ്ങിയോടിയിരുന്ന ചരക്കു തീവണ്ടികളിതാ ശരവേഗത്തിൽ കുതിക്കാനൊരുങ്ങുകയാണ്. അതിനുതകുന്ന എഞ്ചിൻ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അതായത് 9000 കുതിരശക്തിയുള്ള എഞ്ചിനാണ് ഗുജറാത്തിലെ ദാഹോദ് വർക്ക്ഷോപ്പിൽ നിർമ്മാണത്തിലിരിക്കുന്നത്. ഏകദേശം 4500 മുതൽ 5000 ടൺ വരെ ഭാരമുള്ള ചരക്ക് തീവണ്ടിയെ 100 കിലോമീറ്റർ വേഗതയിൽ കുതിപ്പിക്കുകയാണ് റെയിൽവേ മന്ത്രാലയം. ഇതോടെ ഇന്ത്യയിലെ ചരക്കു തീവണ്ടികളും വികസിത രാജ്യങ്ങളിലേതുപോലെ ഇനി മുതൽ അതിവേഗത്തിൽ കുതിക്കും. നിർമ്മാണത്തിലിരിക്കുന്ന ഈ ലോക്കോമോട്ടീവിന്റെ 89% ആത്മനിർഭർ ഭാരതത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. ജർമ്മൻ എഞ്ചിനീയറിംഗ് ഭീമനായ സീമെൻസുമായി ചേർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ ദാഹോദിലുള്ള ഇലക്ട്രിക് ലോക്കോമോട്ടീവ് നിർമ്മാണ യൂണിറ്റ് അടുത്ത 3 വർഷത്തിനുള്ളിൽ അതിവേഗ ചരക്ക് ട്രെയിൻ എഞ്ചിനുകൾ കയറ്റുമതി ചെയ്യാനുള്ള തലത്തിലേക്ക് ഉയരുമെന്നും കേന്ദ്രമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. രാജ്യത്തെ ചരക്ക് നീക്കത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ ഈ ലോക്കോമോട്ടീവുകൾ നിർണായക പങ്കുവഹിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ചരക്ക് ട്രെയിനുകളുടെ ശരാശരി വേഗതയും ലോഡിംഗ് ശേഷിയും മെച്ചപ്പെടുത്തുന്നതിലൂടെ ട്രാക്കുകളിലെ തിരക്ക് കുറയുമെന്നാണ് പ്രതീക്ഷ. ലോജിസ്റ്റിക്സ് ചെലവ് 10% വരെ കുറയ്ക്കാൻ സഹായിക്കുന്ന പുത്തൻ എഞ്ചിനിൽ ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനങ്ങൾ, കവച് സുരക്ഷാ സംവിധാനങ്ങൾ, ഗ്രീൻ പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യ എന്നിവയും ഉണ്ടാകും. ഈ വർഷം ഏപ്രിലോടെ പുത്തൻ എഞ്ചിൻ പുറത്തിറക്കാനാവുമെന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത്. 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ദാഹോദ് റെയിൽവേ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉയർന്ന കുതിരശക്തിയുള്ള എഞ്ചിനുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ടത്. 20,000 കോടിയിലധികം നിക്ഷേപം നടത്തിയ ഈ പദ്ധതിയിൽ 1-2 1200 ഹൈ ഹോഴ്സ് പവർ 9000 HP ലോക്കോമോട്ടീവുകളാണ് ഉത്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ നേരിട്ടും അല്ലാതെയും 7000-ലധികം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.